ഹലോ അസ്സാം വലൈക്കും. അങ്ങനെ ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്തിട്ട് പോവാം കേട്ടോ. രാത്രിയിൽ ഞങ്ങളിന്ന് എന്താ പറയുക, ഹരിയാനയ്ക്ക് ബസ് കയറുകയാണ്. അങ്ങനെ ഓട്ടോയോടൊക്കെ ഒരു വില പറഞ്ഞിട്ട് ഉറപ്പിച്ച് ഞങ്ങൾ ഈ ഓട്ടോയിൽ കയറിയിട്ടോ. ഇത് പരസ്പരം എനിക്കും പക്ഷേ അങ്ങോട്ടും കാണാം, അങ്ങനത്തെ ഒരു ഓട്ടോയാണ്. പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇരിക്കുക. അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്തിനെന്നറിയില്ല, എനിക്ക് പെട്ടെന്ന് ഭയങ്കര ഒരു സങ്കടമായിപ്പോയി. അതെന്തിനാന്ന് എപ്പോഴും എനിക്കറിയുന്നില്ല. എന്തായാലും ശരി, അജ്മീറിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം കുട്ടിയായിരുന്നെങ്കിൽ ഞാൻ ഒന്ന് ആലോചിച്ച് പോയി, അറിയില്ല. അങ്ങനെ പറഞ്ഞ് ഇവിടെ എത്തി, ബസ് നിർത്തുന്ന സ്ഥലം എത്തി. അതിൻ്റെ നേരെ മുൻപിൽ ഒരു ഓഫീസ് പോലൊരു സ്ഥാപനമുണ്ട്. ഇതിവിടെ എന്താ പറയുക, ടൂറൊക്കെ പോകാനും ബസ് ബുക്കിങ്, ട്രെയിൻ ബുക്കിങ്, ഫ്ലൈറ്റ് ബുക്കിംഗ് ഒക്കെ ഉള്ളൊരു ഓഫീസാണ്. ഇത് കണ്ടോ, ഇത്രയും സ്ഥലത്തൊക്കെ ഇവർ കൊണ്ടുപോകും എന്നാണ് പറയുന്നത്, ഇത്ര റേറ്റൊക്കെ. അങ്ങനെ അതിൻ്റെ തൊട്ടടുത്തൊരു തട്ടുകട ഉണ്ട്. അപ്പോൾ ആ തട്ടുകടയ്ക്ക് ഞാൻ എൻ്റെ ആവശ്യം പോയി. എന്നും പറയണത് പോലെ തന്നെ ഇതുണ്ടോ, വലിയ ഉള്ളിയും പച്ചമുളകും നാരങ്ങയും, പിന്നെ ആസ്വദിച്ച് കഴിക്കാൻ എന്താ പറയുക, സബ്ജി മസാല, ബട്ടർ നാണെന്നൊന്നും പറയാൻ പറ്റില്ല, ബട്ടർ ചപ്പാത്തിൻ്റെ മേലെ കൂടെ ബട്ടർ ഇട്ടിക്കാന്ന് മാത്രം. എന്നാലും ശരി, വിശപ്പിൻ്റെ ആധിക്യം കൊണ്ട് അമൃത് പോലെ ഞങ്ങളത് കഴിച്ചിട്ടോ. ചൂട് ചായ, എനിക്ക് പിന്നെ പച്ചമുളക് കിട്ടിയാൽ മതി, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ അതാ വീണ്ടും ഞങ്ങൾ ഇവിടെ തന്നെ എത്തി. അപ്പോഴാണ് എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം തോന്നിയത്. അങ്ങനെ തൊട്ടടുത്ത് ഒരു എന്താ പറയുക, പമ്പുണ്ട്, പെട്രോൾ പമ്പ്. അങ്ങനെ അങ്ങോട്ട് പോയി. അതിൻ്റെ റൊപ്പേ ഒട്ടും വൃത്തിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഛർദ്ദിക്കാൻ വരും. അങ്ങനെ അവസാനം അതൊക്കെ കഴിഞ്ഞ് ബസ് കിട്ടിയിട്ടോ. അങ്ങനെ ബസ്സിൽ കയറിയതും എൻ്റെ ഉഷ ഉറക്കാൻ തുടങ്ങി. അപ്പോൾ ഇനി രാവിലെ കാണാം. ഞാനും ഒന്ന് ഉറങ്ങട്ടെ. ഓക്കെ, ബൈ ബൈ.